ഇന്നത്തെ വീഡിയോയിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെഡ്ഡിംഗ് കേക്കിൻ്റെ ഒരു മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിങ്ങിൽ തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 മുട്ട ഉപയോഗിച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നട്ടി ബബിൾ കേക്കാണ് അകത്ത് ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നട്ടി ബബിൾ കേക്കിൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സാധാരണ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡർ കൂടി ഇട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എപ്പോഴും ചെയ്യുന്ന പോലെ ഇത് വെറ്റ് ചെയ്തെടുത്ത ശേഷം ക്രീം വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ വാൻജോ കേക്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഗനാഷാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. മുകളിൽ കുറച്ച് നട്ട്സും ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ കൂടി എല്ലാ വശത്തേക്കും ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രീസറിൽ ഒരു 1/4 മണിക്കൂർ ഇത് വെച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ക്രീം മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത ശേഷം ഈ കത്തി വെച്ച് തന്നെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി നല്ല ഫിനിഷിങ്ങോടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കാർഡ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ എല്ലാ വശവും ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഡിസൈന് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലുള്ള ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ താഴ്വശത്ത് നിന്നും ഡിസൈനാക്കി തുടങ്ങാം. ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് അറ്റം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട. അതേപോലെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പൂണ് നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുക്കണം. സ്പാച്ചിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഈ ഡിസൈന് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല നീറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂൺ ഇടയ്ക്കൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം ചെയ്താൽ മതി. അതേപോലെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം നല്ല സ്റ്റിഫായി കിട്ടണമെന്നില്ല. അപ്പോൾ കൂടുതൽ സ്റ്റിഫായി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതേപോലെ ബബിൾസൊക്കെ വരും. അപ്പോൾ മുകൾ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ഫ്ലവർ ഉണ്ടെങ്കിൽ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഫ്ലവറാണ് വെച്ചിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഒരു ലേസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.